സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ശിരൂരിലെ ദുരന്തം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചതാണ്. ഈ ദുരന്തമുണ്ടായ സമയത്ത് അർജുന്റെ ലോറി ഉൾപ്പെടെ കണ്ടെത്താൻ ഏറെ വൈകുകയുണ്ട്. 72 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ആ ലോറി നമ്മൾക്ക് കിട്ടിയത്. എത്രയും വേഗം അത്തരം അപകടമുണ്ടായാൽ ലോറി ഉൾപ്പെടെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അത് എളുപ്പം കണ്ടെത്താൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ നമുക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. ഇത്തരം ദുരന്ത സമയത്ത് എങ്ങനെയാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ നമുക്കൊപ്പം പറയാൻ പോകുന്നത്. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? KTCT തിരുവനന്തപുരം. എത്രാം ക്ലാസ് വിദ്യാർത്ഥി? 10th. എന്താണ് ഈ സംഭവം നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർണാടകയിലെ അർജുന്റെ വാഹനം 72 ദിവസത്തോളം നമുക്ക് കാണാതായിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇനി നടന്നാൽ പോലും നമ്മുടെ വാഹനത്തിൽ നമുക്ക് സേഫ് ആകാൻ, നമ്മുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൂടെ ഒരാളുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. കർണാടകയിലെ ശിരൂരിൽ നടന്ന അപകടത്തെ പോലെ ഇനിയൊന്നും ആവർത്തിക്കത്തില്ല. അങ്ങനെ ഒന്ന് ഏത് രീതിയിലാണ് ഈ ലോറി എളുപ്പം ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങളുടെ സാങ്കേതിക വിദ്യ എന്താണ്? ഇപ്പോൾ നമ്മുടെ അർജുൻ്റെ ലോറി മറിഞ്ഞ ടൈമിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മളെ വാഹനം പുഴയിലേക്ക് പോയി കഴിഞ്ഞ് മണ്ണ് വീണാൽ പോലും സിഗ്നൽ തരുന്നൊരു സംവിധാനമാണ്. അർജുൻ്റെ വാഹനത്തിൽ GPS ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും നമുക്ക് സിഗ്നൽ കിട്ടില്ല. കാരണം അത് അത്രത്തോളം പവർഫുൾ അല്ല. സോ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വാഹനം വെള്ളത്തിനടി പോയി മണ്ണ് വീണാൽ പോലും ഈ GPS വഴി നമുക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൺട്രോൾ റൂമിൽ വാർണിംഗ് മെസ്സേജ് ആയിട്ട് അറിയിച്ചുകൊണ്ട് അവർക്ക് റെസ്ക്യൂ ചെയ്യാൻ ഈസി ആയിരിക്കും. പ്രവർത്തനം ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ ഈ വാഹനം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അലർട്ടും ഫ്രണ്ട് ക്ലിയറൻസ് മൗണ്ടിങ് ആൻഡ് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ വാഹനം എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു വാഹനം എത്ര ഡിസ്റ്റൻസിൽ ഒരു വാഹനം പോകുന്നതാണെങ്കിൽ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആ വാഹനത്തിന് പോകാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആക്സിഡൻറ്റ് ഡിറ്റക്ഷൻ അലർട്ടിങ് എന്ന് പറഞ്ഞാൽ വാഹനം എന്തെങ്കിലും കാരണവശാൽ ഈ വാഹനത്തിൽ എന്തെങ്കിലും കാരണവശാൽ ഇടിക്കുകയോ എന്തെങ്കിലും കല്ലോ നല്ല വലിയ എഫേർട്ടിൽ എന്തെങ്കിലും ഒരു ഭിത്തിയിലോ ഇടിക്കുന്ന ടൈമിൽ ഒരു കൺട്രോളിൽ വാർണിംഗ് മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്ന രീതി, ആ ഡേറ്റ നമുക്ക് ക്ലൗഡ് വഴി നമുക്ക് കാണാൻ കഴിയുന്ന സംവിധാനമാണ്. ലോറി നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സാധാരണ GPS എന്നല്ല സൗകര്യം, അതിനപ്പുറം വേറെ എന്തെങ്കിലും സാങ്കേതിക വിദ്യയുണ്ട്? GPS തന്നെയാണ്. GPS എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൽ തന്നെ യൂസ് ചെയ്യുന്ന GPS ഉണ്ട്. അഡ്വാൻസ് ആയിട്ട് കുറേ GPS ഉണ്ട്. ആ GPS യൂസ് ചെയ്തുകൊണ്ട് ലോ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള GPS പല കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിരിക്കും. പിന്നെ അതിൽ നമുക്ക് സിഗ്നൽ തരുന്ന ഒരു സംവിധാനം കൂടെ ആഡ് ചെയ്യണം. അതാണ് നമുക്ക് പ്രധാനപ്പെട്ട വേണ്ടത്. അർജുന്റെ ലോറിയിൽ ഈ സിഗ്നൽ തരുന്ന സാധനമില്ലെന്നാണ്, ആ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ലേ? ആ GPS ഉണ്ടായിരുന്നു, ബട്ട് വെള്ളത്തിനടിയിൽ പോയപ്പോൾ സിഗ്നൽ തരാനുള്ള സംവിധാനം നമുക്ക് അർജുന്റെ വാഹനത്തിൽ ഇല്ലായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങളുടെ ഒരു സംവിധാനത്തിൽ അത്തരം സാങ്കേതിക, അതായത് സിഗ്നൽ ഉൾപ്പെടെ തന്നിട്ട് അത് ഈ ലോറി കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണല്ലേ? യെസ്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലൂടൂത്ത് ആണ് പ്രോട്ടോടൈപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഭാവിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുങ്ങിക്കപ്പൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ളതിൽ കരയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒരു സിഗ്നൽ വേവ്സ് ഉണ്ട്. അത് നമുക്ക് ഈ വാഹനത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ പല കമ്പനീസും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം. ലോ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സിഗ്നൽ കൺവേർട്ട് ചെയ്യുന്ന കുറേ സംവിധാനങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഈ ലോ കോസ്റ്റ് ആയിട്ടുള്ള സംവിധാനം ഹൈ ക്വാളിറ്റി കിട്ടും. അത് നമ്മൾ ഈ വാഹനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഡേറ്റ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ മെയിൻ പ്രോജക്റ്റ്. ഇതിന് GPS എന്ന് തന്നെയാണ് ഈ സാങ്കേതിക വിദ്യ, സാധാരണ GPS പോലെ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരൊക്കെ നിങ്ങൾ ഇതിന് നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ ഇതിൽ GPS മാത്രമല്ല, ഇപ്പോൾ വാഹനം അപകടപ്പെട്ടതിന് ശേഷം വാഹനത്തിൽ ആളുണ്ടോ ഇല്ലെന്ന് നമുക്ക് അർജുൻ അന്ന് ഉണ്ടായിരുന്നോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അർജുന് അതിലുണ്ടോ എന്ന് തിരിച്ചറിയുവാനും അതിൽ അർജുന് ജീവനുണ്ടോ ഇല്ലയെന്നും മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ കുറേ സെൻസറും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ആ സെൻസറൊക്കെ വർക്ക് ചെയ്ത് ആ ഡേറ്റാസ് നമുക്ക് നെറ്റ് വഴി ക്ലൗഡ് വഴി കൺട്രോൾ റൂമിൽ കാണാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടിയാണ്. വാഹനം കണ്ടെത്തുക എന്നതിനപ്പുറം വാഹനത്തിലുള്ള ആളുകളുടെ ജീവനൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അർജുന്റെ വാഹനം അപകടപ്പെട്ട സമയത്ത് അവിടെ അർജുൻ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഇല്ലെന്ന് നമുക്കൊരു ഡൗട്ടായിരുന്നു. അർജുൻ വേറെ എങ്ങോട്ടെങ്കിലും പോയോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് വാഹനം ലൊക്കേറ്റ് ചെയ്യാനുള്ള ലൊക്കേഷൻ കിട്ടുകയും അർജുൻ അതിൽ ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാനും ആളുടെ സാന്നിധ്യം ഉൾപ്പെടെ തിരിച്ചറിയാൻ പറ്റും. അതിലുള്ള സെൻസറും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നു. സൗണ്ട് സെൻസർ, മോഷൻ സെൻസർ, പൾസ് സെൻസർ, അങ്ങനെ തുടങ്ങിയ സെൻസറെല്ലാം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാബിന് മറിയുന്ന ടൈമിൽ, വെള്ളം വീഴുന്ന ടൈമിൽ ക്യാബിൻ ക്ലോസ് ആവുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അതിൽ ഓക്സിജൻ, ഡ്രൈവറിന് ക്യാബിനെ കുറച്ച് ജീവനുണ്ടെങ്കിൽ അവർ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് പുറപ്പെടുവിക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാബിനിൽ കൂടിക്കഴിഞ്ഞാൽ അതായിരിക്കും മരണ കാരണം. ഓക്സിജൻ കൂടിയാലും അതായിരിക്കും മരണ കാരണം. ഓക്സിജൻ നമ്മൾ സിലിണ്ടറിൽ നിന്ന് ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. സോ നമ്മൾ MQ സെൻസർ എന്ന് പറഞ്ഞ സെൻസർ യൂസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മെഷർ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്ത് അവരെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈ സംവിധാനം കണ്ടുപിടിച്ചത്? ഇത് ഞങ്ങളുടെ ഒരു ഐഡിയ ആണ്. ഇപ്പം കർണാടകയിലെ ശിരൂരിൽ നിന്ന് അപകടം ഉണ്ടല്ലോ, അവിടെ വളരെ വിഷമമായിരുന്നു. അർജുനെ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവർക്കും വളരെ വിഷമമായി. കേരളം മൊത്തത്തിൽ തന്നെ ഒന്ന് സെഡായിരുന്നു.
അങ്ങനെ ഒന്ന് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന് അങ്ങനെ ഒന്ന് നടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഐഡിയാസ് ഇങ്ങനെ ഉണ്ടായി. അങ്ങനെ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും. എന്തായാലും വളരെ ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ വാഹനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയാണ് തിരുവനന്തപുരത്തുള്ള KTCTയിലെ വിദ്യാർത്ഥികൾ നമുക്ക് പരിചയപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത്തരം അപകടം ഉണ്ടാവുന്ന സമയത്ത് രക്ഷാപ്രവർത്തനം വളരെ എളുപ്പമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് SS, ആലപ്പുഴ.